നിലാക്കനവിലെ നിലാകവിതയോ നീ ഈ പകലിലെ പോക്കുവെയിലോ നീ പിടഞ്ഞുണരും കനൽ മിഴിയോ പതഞ്ഞുയരും കടൽ തിരയോ സുദീപിന്റെ വീട്ടുകാർക്കുള്ള വസ്ത്രങ്ങളുമായി വരുന്ന ജലജയും ജയസുധയും, ശ്രുതിക്ക് മാത്രം വസ്ത്രം വാങ്ങാത്തതിൽ പരിതപിക്കുന്ന സദാശിവൻ പിള്ള, ശ്രുതിയെ പരിഹസിച്ചു സംസാരിക്കുന്ന ജലജ, ജയസുധയുടെ വീട്ടുകാർ ഇങ്ങനെ വസ്ത്രങ്ങൾ വാങ്ങിയതിനെപ്പറ്റി സംസാരിക്കുന്ന രവിയും സബിതയും സൗദാമിനിയും, വീടിന്റെ ആധാരം അന്വേഷിക്കുന്ന ചിത്രഭാനു, പ്രവീണിന്റെ രീതികളെ ചിത്രഭാനു എതിർക്കുന്നു. താൻ തന്റെ രീതിയിൽ ഈ കല്യാണം നടത്തുമെന്ന് പറയുന്ന ചിത്രഭാനു, ഇതിനെ ചോദ്യം ചെയ്യുന്ന ജയസുധ. ഇനി തുടർന്ന് കാണുക. അച്ഛൻ ദിവസത്തിൽ എത്ര ആൾക്കാരെ കാണുന്നതാ? വലിയ ലോകവിവരമുള്ള ആളാണെന്നല്ലേ പറയുന്നത്. എന്റെ ഭാഗത്ത് നിന്ന് അച്ഛൻ എന്തെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇങ്ങനെ ലോകത്തിൽ ഏതെങ്കിലും അച്ഛൻ ചെയ്യോ? ഒളിച്ചോടുന്ന മക്കളുടെ കല്യാണം വരെ തന്റെ തള്ളമാര് നടത്തി കൊടുക്കുന്ന കാലമാ. സത്യം പറയാലോ, നിങ്ങളുടെ മകളായി പിറന്നു പോയതാ എന്റെ ഗതികേട്. ചേട്ടൻ പറയുന്നത് ശരിയാ, ഭ്രാന്ത് നിങ്ങൾക്കാ, അല്ലാതെ ആ പാവം പിള്ളേച്ചാച്ചനൊന്നും അല്ല. അങ്ങനെ പോലും ഈ കല്യാണം മതി മതി എന്ന് പറഞ്ഞ് നടക്കുക. എന്റെ അച്ഛനത് മുടക്കാൻ നടക്കുക. നിങ്ങൾ ആരും എനിക്ക് വേണ്ട. ദേ സുദീപേട്ടൻ വന്ന് വിളിച്ചാലുണ്ടല്ലോ, ഞാൻ ഇറങ്ങിപ്പോവും, സത്യമായിട്ടും ഇറങ്ങിപ്പോവും. നിങ്ങൾ ആരും എനിക്ക് വേണ്ട. കണ്ടല്ലോ, ആ കൊച്ചു കണ്ണീരോടെ ഇറങ്ങിപ്പോയത് കണ്ടല്ലോ. എന്തൊരു മനുഷ്യന് നിങ്ങള്. നിങ്ങൾ ആരോടെ ഈ വാശി കാണിക്കുന്നത്? സ്വന്തം മോളോടോ അതോ എന്നോടോ? നടക്കട്ടെ, നിങ്ങളുടെ വാശി തന്നെ അങ്ങ് നടക്കട്ടെ. അത് തന്നെ അങ്ങോട്ട് ജയിക്കട്ടെ. എന്റെ ദേവി, ഇതെവിടെ ചെന്ന് അവസാനിക്കും എന്തോ. മനസമാധാനം ഇല്ലെന്ന് പറഞ്ഞാൽ മതിയല്ലോ. പിള്ളച്ചേട്ടോ, പന്തൽ ഇവിടെ കെട്ടിയാ മതിയോ? എന്തുവാ? പന്തൽ ഇവിടെയാണോ, അപ്പുറത്താണോ, അതോ ഗേറ്റിന് അപ്പുറത്താണോ? നിന്റെ തലയെ കൊണ്ട് കെട്ടടാ. ഇവിടെ ആരുടെ അടിയന്തരത്തിനാടാ പന്തല് കെട്ടുന്നത്? എന്നാ പിന്നെ തെക്കേ പറമ്പ് കൊണ്ട് കെട്ടാം. ആ, ഇവിടെ കെട്ടിക്കോ. ഇടാ, നിന്റെ തന്ത എനിക്കറിയാം, അയാളൊരു നല്ല മനുഷ്യനായിരുന്നു. നീ ഇങ്ങനെ പാഴായി പോയല്ലോടാ. എന്തിനാ പിള്ളച്ചേട്ടാ അവരുമായിട്ട് ഇങ്ങനെ വഴക്കിന് നിൽക്കുന്നേ? അവര് കല്യാണത്തിന് പന്തലിടുകയല്ലേ? കല്യാണവും അവസാനം കണ്ണുനീരാവും. അതെ, ഈ കാപ്പിയൊക്കെ ഒന്ന് കുടിച്ച് പുറത്തോട്ടിറങ്ങി കാര്യങ്ങളൊക്കെ ഒന്ന് തിരക്കരുതോ? മാവേലിക്കരയിൽ നിന്ന് പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്. ചേട്ടനെ കാണണമെന്ന് പറയുന്നു. എനിക്കാരെയും കാണണ്ട. സൗദമോ സൗദം എടുക്കുകയല്ലയോ? സൗദമോ ഈ പിള്ളേച്ചിന്റെ ഒരു കാര്യം. പിള്ളച്ചേട്ടോ, തൂമ്പായ കോടാലിയോ വല്ല ഇരിപ്പുണ്ടോ? എന്തിനാടാ? കുഴിവെട്ടാനാണ്. വെട്ടേണ്ടി വരും. ഓടാ അവിടുന്ന്. നിങ്ങൾ മാത്രമേ എത്തിയുള്ളൂ? അതെ. പിള്ളേരൊന്നും വന്നില്ല? ഇല്ല, വന്നില്ല. അവർക്ക് പരീക്ഷയൊക്കെ അല്ലേ. ഇപ്പൊ പിള്ളേർക്ക് തിരക്ക്, ട്യൂഷനൊക്കെ ആയിട്ട്. നിങ്ങൾ അതൊക്കെ ഇല്ലേ? ഓക്കെ, അതൊന്നും അങ്ങോട്ട് ഒതുക്കി വെക്കുക, വണ്ടി വരുന്നുണ്ടല്ലേ? ഞാൻ അങ്ങോട്ട് വിളിക്കട്ടെ. രവിയേട്ടാ. ഹലോ അരുൺ, ഞാൻ വിചാരിച്ചു ഇങ്ങോട്ടൊന്നും വരൂലായിരിക്കും. കല്യാണം ആകെ അങ്ങോട്ട് കുളിപ്പിക്കല്ലേ? കെട്ടിക്കോ. ബന്ധുക്കളൊക്കെ എത്തിയില്ലേ? എത്തിക്കൊണ്ടിരിക്കുന്നു. ദൂരെയുള്ള കുറച്ച് പേരൊക്കെ ആദ്യം എത്തി. അമ്മച്ചിയും കൂടെ കല്യാണത്തിനും കൊണ്ടുവരണേ. അമ്മച്ചിക്ക് ഒന്നാതെ വയ്യാത്താണ്. പിന്നെ സൺഡേ അല്ലേ, കുർബാനയുണ്ട്. അമ്മച്ചി പള്ളി പോകുന്ന ദിവസം പള്ളി വിട്ടൊരു കളിയൂല അമ്മച്ചിക്ക്. മരുന്നും മന്ത്രമൊക്കെ ആയിട്ട് ഇരിക്കണല്ലേ.
തന്നെയല്ല നമ്മുടെ കല്യാണം നടക്കാത്തോണ്ട് അമ്മച്ചി ഇപ്പൊ ഒരു കല്യാണത്തിനും പോണൂല. അപ്പൊ അമ്മച്ചി ഇനി ഈ ജമ്മം കല്യാണമൊന്നും കൂടുന്നില്ലേ? അത് വേണ്ടര ബേട്ടാ. നമ്മുടെ സുദീപിന്റെ വീട് പണി എന്തായി? വിചാരിച്ച പോലെ അങ്ങ് നടന്നില്ല അല്ലേ? അതിൽ നമ്മുടെ സുദീപിന്റെ ഭാഗത്തുനിന്ന് ഒരു അലംഭാവം ഉണ്ട്. സാരല്ല, നമുക്ക് ശരിയാക്കാം. ഏതായാലും ഈ കല്യാണം നടക്കട്ടെ. അല്ല, എനിക്ക് ശ്രുതി ഒന്ന് കാണണല്ലോ. അവള് മുകളിലുണ്ട്. കാര്യണ്ട്. ഞാൻ വിളിപ്പിക്കാം. വേണ്ട, ഞാനാ പോയി കണ്ടോളാം. ആയിക്കോട്ടെ. അല്ല, ഇവിടെ വരനവിടെ സുദീപ്. അവൻ ഇവിടെ ഉണ്ട്, മുകളിലുണ്ടെന്നാ തോന്നുന്നത്. അതെ, അപ്പൊ ഒരു വെടിക്ക് രണ്ട് പക്ഷി. എന്നാ പോയിട്ടോ. കാണട്ടെ. ആയിക്കോട്ടെ. അതെ അതെ രമേന്ദ്രൻ നേരത്തെ പറയാൻ പോയേ. ഈ രവിയേട്ടന് കുട്ടികൾ ഉണ്ടാവാത്തത് വലിയ കഷ്ടാണല്ലേ. 10-12 വർഷമായില്ലേ. സബിത പറയണതേ ഒരുപാട് ഡോക്ടർമാരെ കണ്ടിട്ട് ഒരു രക്ഷയില്ലെന്നാ. മരുന്നും മന്ത്രം കൊണ്ടൊന്നും ഒരു കാര്യമില്ലല്ലോ. എല്ലാം ദൈവത്തിന്റെ കയ്യിലല്ലേ. അതെ അതെ. ആഹാ, ഇവിടെ ഇങ്ങനെ ഇരുന്നാ മതിയോ കുടുംബകാര്യം ചർച്ച ചെയ്തോണ്ട്? അങ്ങോട്ട് വാ. വരാം. വാ, എന്നെ ഒന്ന് സഹായിക്കൂ. വാ. കല്യാണത്തലേന്ന് ആകെ അങ്ങോട്ട് കൊഴിപ്പിക്കണല്ലോ ആളും അരങ്ങും. എടോ, തനിക്കൊന്നും തോന്നില്ലടോ? പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല സർ. മനസ്സതുപോലെ പാകപ്പെടുത്തിയെടുത്തു. ഈ വിതയ്ക്കണ എല്ലാരും കൊയ്യണില്ലല്ലോ, അങ്ങനല്ലേ? ആരൊക്കെയോ വിതയ്ക്കണു, അർഹതയില്ലാത്ത ആരൊക്കെയോ അത് കൊയ്യണു. ഞാനിപ്പോ വന്നതേ തന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണാനട്ടാ. ഇനിയിപ്പോ ഓഫീസിലേക്ക് പ്രതീക്ഷിക്കണില്ല. കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ വരാം സർ. പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട്. കൊച്ചിൻ കോർപ്പറേഷന്റെയും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെയും ഗുഡ് ക്ലൈൻ സർട്ടിഫിക്കറ്റ് ഇമ്മക്കാണ്. ആഹാ, കൺഗ്രാറ്റുലേഷൻ സർ. ഡോ, അത് തൻ്റെ എടുക്കാട്ടാ. എന്റെ മാത്രമല്ല സർ, നമ്മുടെ എല്ലാവരുടെയും കൂടിയാ. പിന്നെ നമ്മുടെ പുതിയ പ്രോപ്പർട്ടിക്ക് അഡ്വാൻസ് കൊടുത്തു. ആ കായലൂരത്തെ 3.5 ഏക്കർ ഒരു നല്ല ഫ്ലാറ്റ് അങ്ങോട്ട് തീർക്കണം. താനും കൂടെ ലൈവായാലേ ശരിയാളൂട്ടാ. ആ ലാൻഡ്സ്കേപ്പിൽ നമുക്ക് ഫ്ലാറ്റ് വേണ്ട സർ, വില്ലകൾ മതി. കൊച്ചു കൊച്ചു മനോഹരായ വില്ലകൾ. എന്നാ ബിസിനസ് വേഗം നടക്കും. 5 സെന്റ് മതി. ആൾക്കാർ മണ്ണിൽ താമസിക്കട്ടെ. എടോ, ഇത്രയൊക്കെ സങ്കടത്തിലും താനത്ര പോസിറ്റീവടോ. സത്യം പറയട്ടെ, തന്നെപ്പോലൊരു കുട്ടിയെ ജീവിതത്തിൽ നഷ്ടപ്പെടുത്തുന്നവൻ യോഗമില്ലാത്തവനാ. പിന്നെ സുദീപിന്റെ കൂട്ടുകാരൊക്കെ വന്നടോ. ആരൊക്കെയോ വന്നിരുന്നു. എനിക്ക് പരിചയമില്ലാത്തവരാ. ഞാൻ പിന്നെ പുറത്തേക്കൊന്നും ഇറങ്ങിയതുമില്ല. താൻ നാളെ കല്യാണത്തിന് പോകുന്നിടോ? മണ്ഡപത്തില് താലി കെട്ട് കാണാൻ പോണം. ഞാനെന്തിനാ പോവാതിരിക്കുന്നത്? അല്ല, തനിക്കൊരു നഷ്ടബോധം തോന്നില്ലടോ? അല്ല, താൻ പോണോടോ? മുന്നിൽ നിന്ന് കല്യാണം നടത്തേണ്ട ആളല്ലേ? നഷ്ടബോധം തോന്നുന്നതല്ലല്ലോ സർ, നഷ്ടപ്പെട്ടത് തന്നെയല്ലേ. അതുകൊണ്ട് കല്യാണം മുന്നിൽ നിന്ന് നടത്താം. അത് ശരിയാണ്. നഷ്ടപ്പെട്ടതിനെ കുറിച്ചൊന്നും വേവലാതിപ്പെടാതിരിക്കണം നല്ലത്. എനിക്ക് വല്ലാത്തൊരു പേടി തോന്നായിരുന്നു സർ. എന്തിനാടോ? സിറിൽ, അവൻ സുദീപിന്റെ കല്യാണത്തിനിടയ്ക്ക് കുഴപ്പമുണ്ടാക്കൂ? ഇല്ലാതില്ലട്ടാ, അവനങ്ങനെ അടങ്ങിയിരിക്കുന്ന ആളൊന്നുമില്ല. അത് മാത്രല്ല, ഇപ്പൊ അവന്റെ വൈരാഗ്യം അങ്ങോട്ട് കൂടിക്കാണും. ഞാൻ അന്വേഷിച്ചിരുന്നു, അവൻ മൊഴി കൊടുത്തു. അവനെ കൂട്ടി പോലീസ് ഇവിടെ ബാലുവിനെ കാണാൻ വേണ്ടി പോയിരുന്നു. ബാലുവിനെ കാണാനോ? എന്തിന്? മൊഴിയെടുക്കാൻ. അല്ലാണ്ടതിനാ? ബാലു ഇപ്പോ പതുക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു വരിക. ആളെ തിരിച്ചറിയാവുന്ന. സിറിലിനെ കണ്ടപ്പോ ബാലു ഭയങ്കര ഇമോഷണലായെന്നാ പറയണേ. അതെങ്ങനെ സാർ അറിഞ്ഞു? എടോ, അറിയാനെത്തിരിക്കുന്നടോ. മടിവാള സ്റ്റേഷനില് ഇമ്മക്കൊരൽപ്പം സ്വാധീനമുണ്ടോ? നമ്മള് നിസ്സാരക്കാരനല്ല എടുക്കേ, ഒരു ജാതി സംഭവട്ടാ.
ബാലു ജീവിതത്തിലേക്ക് തിരിച്ചു വരണേന്നൊരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. അത്രയ്ക്ക് പാവ അവൻ. പിന്നെ ജമുന സുദീപിനെ വിളിച്ചിരുന്നു. അവള് പറഞ്ഞത് സിറിൽ എന്തൊക്കെയോ പുതിയതായി പറഞ്ഞു. ഞങ്ങളെ വിളിപ്പിക്കുമെന്ന്. ഇപ്പൊ വിളിപ്പിച്ച അത് കല്യാണത്തിന് പ്രശ്നമാവില്ലേ? അതുകൊണ്ട് പോലീസിൽ നിന്ന് വിളിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞ് സുദീപിന്റെ കല്യാണത്തിനും പ്രശ്നം വരാത്ത രീതിയിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്യാം. ഞാൻ പ്രഗ്നന്റ് ആണെന്നും പോലീസുകാർക്ക് അറിയില്ലല്ലോ. ചിലപ്പോ സിറിൽ അതും പറഞ്ഞു കാണും. എന്നെയും സുദീപിനെ ചേർത്തവൻ കഥയുണ്ടാക്കും. ഞാൻ പോയി പറഞ്ഞേക്കാം. ഞാൻ പോയി പറഞ്ഞോളാം സർ, ഞാൻ പോയി പറഞ്ഞോളാം. പോയി പറഞ്ഞോളാന്ന് പറഞ്ഞാ താൻ എന്തുട്ട് പറയും? അരുൺ തോമസിന്റെ കുട്ടിയാണെന്ന് താൻ പറയോ? ഇല്ലല്ലോ. പിന്നെ എന്തുട്ട താൻ പറയാ? ജയേഷിന്റെ ഭാര്യയാണെന്നും അയാളുടെ കുട്ടിയാണെന്നും പറയോ? പറയൂടോ. സർ, എല്ലാത്തിനും ഒരു മറുപടി എന്റെ കയ്യിലുണ്ട്. വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ ആരാന്ന് അതിന്റെ അമ്മ പറയുന്നതേ ലോകം വിശ്വസിക്കും. എന്റെ സ്വഭാവ ദൂഷ്യം കൊണ്ടുണ്ടായത് എന്റെ കുഞ്ഞ്. ചൂണ്ടിക്കാണിക്കാൻ ഒരാളില്ലെന്ന് ഞാൻ പറഞ്ഞോളാം. ജയസുധയുടെയും വീട്ടുകാരുടെയും ഒക്കെ മുന്നിൽ ഒരിക്കലും ഇത് ഏറ്റു പറഞ്ഞതാ. അതുകൊണ്ട് ആ കല്യാണം നടക്കട്ടെ. സുദീപിന്റെ ജീവിതത്തിൽ ഞാനായിട്ടൊരു ദോഷം വരുത്തില്ല. ഞാൻ പോയി പറഞ്ഞോളാം. താനിങ്ങോട്ട് നോക്കിയേ. ഇങ്ങോട്ട് നോക്കടോ. ഇങ്ങനെ സ്വയം ശിക്ഷിക്കരുത് സുധി. എടോ, തൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ താൻ സ്നേഹിക്കണില്ലേ? അതുപോലെ താൻ തന്നെ അങ്ങോട്ട് സ്നേഹിക്കടോ. ഒരു മടിവാള പോലീസും തന്നെ തേടി വരില്ല, അവനെയും തേടി വരില്ല. അതിനുള്ള കേട്ടൊക്കെ നമ്മള് കെട്ടിക്കഴിഞ്ഞടോ. വിശ്വസിക്കടോ. ആ, അരുൺ സാറിന് ഞാൻ ചായ എടുത്തു വെച്ചിട്ടുണ്ട്, ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ? വേണ്ടട്ടാ, ഇവിടെ താഴേക്ക് വന്നോളാം. ഞാനും സുദീപിനൊന്ന് കാണോ. ഇങ്ങനെ വിഷമിക്കല്ലടോ. ധൈര്യമായിട്ടിരിക്കേ. നമ്മള് കൂടില്ലേ? നമ്മള് നിസാരക്കാരനല്ല എടുക്കേ. ഒരു ജാതി സംഭവട്ടാ. കണ്ടേ? ഇല്ല, ഞാൻ മെയിൽ സെൻഡ് ചെയ്തിട്ടുണ്ട്. 9th അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അല്ല, അത് കുഴപ്പമില്ല. ഞാൻ സംസാരിച്ചിട്ടുണ്ട്.
അച്ഛാ, അച്ഛനെന്താ ഈ നേരത്ത്? വിളിച്ചിരുന്നേ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. വെറുതെ സുഖമില്ലാതെ ഈ പടിയും കയറി. താഴെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് മോളെ. ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഭാസ്കരനും കുടുംബവും കുട്ടികളും ഒക്കെ. തൃപ്പൂണിത്തറയിൽ നിന്നും മാവേലിക്കരയിൽ നിന്നും ആളുകൾ വന്നു പോയിക്കൊണ്ടിരിക്കുക. മോളെ അന്വേഷിക്കുന്നുണ്ട്. ഞാൻ എന്താ അവരോട് പറയുക? നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ നാളെ മറ്റൊരുത്തിയെ താലി കെട്ടുക. കാഴ്ചക്കാരെ പോലെ നീയും സദ്യയുണ്ട് കൈ കഴുകി നാരങ്ങ എടുത്തു വരും. അല്ലേ പോലെ? അവനും ജയസുദയും നന്നായിരിക്കട്ടെ അച്ഛ. മനസ്സ് നിറഞ്ഞ് നിനക്കിങ്ങനെ പറയാൻ കഴിയോ മോളെ? നീ അഭിനയിക്കാൻ മിടുക്കിയ. അഭിനയിച്ചല്ലേ പറ്റൂ അച്ഛ. നമ്മുടെ ഈ കുടുംബം തകരുന്നതിനേക്കാൾ നല്ലത് ഞാൻ ഒരുത്തി അത് ഏറ്റുവാങ്ങുന്നതല്ലേ അച്ഛ? അല്ല, നീ ഇത് ഏറ്റുവാങ്ങുക അല്ല. നിന്റെ കണ്ണുനീരും ശാപവും ഈ കുടുംബത്തിന്റെ നെറുകയിലാ വീഴുന്നത്. അത് ഈ കുടുംബത്തെ നശിപ്പിക്കും. തലമുറകളോളം അത് ബാധിക്കും. പെണ്ണിന്റെ കണ്ണുനീരിന് അത്രത്തോളം ശക്തിയുണ്ട്. എനിക്കങ്ങനെ ശപിക്കാൻ കഴിയോ അച്ഛ? എന്റെ ജീവന്റെ ജീവനായ കുഞ്ഞ് വളരേണ്ട വീടല്ലേ ഇത്? അവന്റെ അച്ഛനും അപ്പൂപ്പനും അമ്മൂമ്മയും വളർത്തമ്മയെന്നറിയാത്ത അമ്മയും അച്ഛനൊക്കെ ജീവിക്കുന്ന വീടല്ലേ ഇത്? ഞാനത് ചെയ്യില്ല. പിന്നെ എന്റെ നാളുകൾ ഇനി ഇവിടെ എണ്ണിത്തീർക്കാനുള്ളതല്ലേ ഉള്ളൂ. അച്ഛൻ സമാധാനായിട്ടിരിക്കും. സമാധാനമോ? എനിക്കോ? അതച്ഛന് നീ ആരാണെന്നറിഞ്ഞ നാൾ മുതൽ പോയതാ. ഇപ്പം ഒരുതരം മനസ്സ് മരവിപ്പ. നിനക്ക് ചുറ്റും എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് എനിക്കറിയാം. നീ അത് ആരോടും പറയാതെ കൊണ്ട് നടക്കുക. ജനിച്ചപ്പോഴേ അതിന്റെ കൂടെ പറഞ്ഞതാച്ച. പിന്നീട് ഒരിക്കലും ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല. ഒന്നിനൊന്ന് കൂടിക്കൊണ്ടേയിരുന്നു. എന്നെ അലട്ടാതിരുന്നത് സുദീപിന്റെ കൂടെ 2 വർഷം കൈപിടിച്ച് നടന്നപ്പോഴാ. അന്നാ ഞാൻ സമാധാനവും സന്തോഷവും എന്താന്നറിഞ്ഞത്. എന്ന് അവൻ എന്നെ കൈവിട്ടോ അന്ന് മുതൽ ഇന്ന് വരെ പിന്നെ ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. മോളെ, അവൻ ജീവിതത്തിൽ ഒരിക്കലും അരുതാത്തൊന്നും പറയരുത്. ആ നാവിന്ന് എന്തെങ്കിലും വീണ അവനത് ബലിക്കും. അവനല്ല അത് ബലിക്കുന്നത്, എനിക്കും എന്റെ കുഞ്ഞിനുമാ. അവനൊരു പാവാച്ച, വെറും പാവം. ഇപ്പോഴും ഞാനൊന്ന് മൂളിയ അവൻ എന്റെ കൂടെ വരും. അച്ഛൻ അവനെ ഓരോന്ന് പറഞ്ഞ് വേദനിപ്പിച്ചപ്പോഴും അകറ്റി നിർത്തിയപ്പോഴും അവൻ എന്തുമാത്രം തളർന്നു പോയെന്നറിയോ? ഇനിയെങ്കിലും അവനെ ഇങ്ങനെ വെറുക്കരുത്. ജയസുദയും അവളൊന്നും അറിയാതെ അവന്റെ ജീവിതത്തിലേക്ക് വരുന്നത്. ഒരു സാധാരണ പെൺകുട്ടിയുടെ എല്ലാ സ്വപ്നങ്ങളും അവൾക്കുണ്ട്. ഇനി എന്റെ സ്ഥാനത്ത് അച്ഛൻ അവളെ കാണണം, സ്നേഹിക്കണം. ഇല്ല മോളെ, അത്രയ്ക്ക് വിശാല മനസ്സൊന്നും ഈ കിളവനില്ല. ഇല്ല,
നിനക്ക് പകരം നീ അല്ലാതെ ആരെ എനിക്ക് കാണാൻ കഴിയില്ല. ഞാൻ നിന്നെ കുറ്റം പറയില്ല, അവനെ പറയൂ. അവൻ വിചാരിച്ചിരുന്നെങ്കിൽ ഇന്നിവിടെ അവനും നീയും തമ്മിലുള്ള കല്യാണപ്പന്തൽ ഉയർന്നേന്. സന്തോഷത്തോടെ ഞാൻ മുന്നിൽ നിന്ന് കാര്യങ്ങൾ നടത്തിയേന്. ഇത് കാണാനും കണ്ടു രസിക്കാനും എനിക്ക് മനസ്സില്ല മോളെ, മനസ്സില്ല. കൽമണ്ഡപത്തിൽ അണിഞ്ഞൊരുങ്ങി മറ്റൊരുത്തി നിൽക്കുമ്പോൾ നിറവയറോടെ കണ്ണീരോടെ നീ പന്തലിൽ നിൽക്കുന്നത് എനിക്ക് കാണാൻ കഴിയൂ. പിന്നെ ഞാൻ എങ്ങനെ അവനെ അവളെ അനുഗ്രഹിക്കും? പറ മോള് പറ. നിന്റെ കുഞ്ഞിന്റെ അച്ഛൻ മറ്റൊരുത്തിയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് പാപമല്ലേ മോളെ? പാപം. ആ പാപം എന്റെ മക്കൾക്കാ വന്നു ചേരുക. ഇല്ല അച്ഛാ, നാളെ അതൊക്കെ മാറും. കാലം മറക്കാത്ത വേദനകളും ദുരന്തങ്ങളും ഉണ്ടോ? അമ്മ മരിച്ചിട്ടും അച്ഛൻ ജീവിച്ചില്ലേ? നല്ല കാര്യങ്ങളിലും നല്ല നിമിഷങ്ങളിലും ഒക്കെ കൂടിയിട്ടില്ലേ? സന്തോഷിച്ചിട്ടില്ലേ? ഇത് പ്രകൃതി നിയമങ്ങളാ. പിന്നെ എപ്പോഴെങ്കിലും ഒരു സമയം ഇതൊക്കെ മനസ്സിലേക്ക് എറിഞ്ഞു കയറി വരും. അപ്പൊ കണ്ണൊന്നും നിറയും. കാണണമെന്നും നഷ്ടപ്പെട്ടെന്നും കൂടെ ഇല്ലെന്നും അപ്പ തോന്നും. എല്ലാരും അങ്ങനെയൊക്കെ അല്ലേ അച്ഛാ? സുദീപ് മാറും. കുറെ കാലത്തേക്ക് അവനും ഇതൊക്കെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല. പിന്നെ അവനും കുഞ്ഞുങ്ങളും കടവും കടപ്പാടും ഒക്കെ വരുമ്പോ ഞാനിന്നൊരു ചിന്തയെ കാണില്ല. പിന്നെ എന്റെ കുഞ്ഞ്, അവനിവിടെ അച്ഛന്റെ കൈകളിലായിരിക്കണം വളരേണ്ടത്. എനിക്കറിയാം, ആരവനെ ലാളിച്ചില്ലെങ്കിലും അവന്റെ അച്ഛൻ അവന് താഴെ വെക്കില്ല. അതവന്റെ ഭാഗ്യമല്ലേ അച്ഛാ?